Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് ഇൻപേഷ്യൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ ലാസ്റ്റ് ഒരു സെക്ഷനും കൂടിയാണ് നമുക്ക് ഇനി എടുക്കാനായിട്ടുള്ളത് അല്ലെ. ലാസ്റ്റ് ഒരു സെക്ഷനും കൂടിയാണ് നോക്കാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ്, അതായത് എമർജൻസിയിൽ നിന്ന് അഡ്മിറ്റ് ആവുന്ന ഒരു എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു പ്രോസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. ഇതൊരു ഓർഡറിൽ തന്നെ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ആ ഒരു ഓർഡറിൽ നമുക്ക് പഠിച്ചു നോക്കാം. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. When they get confirmation that the patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and patient attendants to shift the patient from ambulance to stretcher. Okay, so first നമ്മൾ ചെയ്യുന്നത് when they get confirmation, അതായത് ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റിനെ ആംബുലൻസിൽ കൊണ്ടുവരുന്ന ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കുകയാണ്. അതായത് ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്നുള്ളൊരു ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത് give a call to ward boys അല്ലെങ്കിൽ അറ്റൻഡർ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ. സോ വാർഡ് ബോയ്സിനെയോ അല്ലെങ്കിൽ അറ്റൻഡറെയോ വിളിക്കുക. ദെൻ പേഷ്യന്റിനെ ആംബുലൻസിൽ നിന്നും, എമർജൻസി ആയിട്ടുള്ള പേഷ്യന്റ് ആണല്ലോ, സോ പേഷ്യന്റിന് തനിയെ ഒന്നും നടക്കാനൊന്നും പറ്റില്ല. സോ ആ സാഹചര്യത്തിൽ ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിലേക്ക് പേഷ്യന്റിനെ കിടത്തിയിട്ട് ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വാർഡ് ബോയ്സിനെയോ അറ്റൻഡറെയോ വിളിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് സ്ട്രക്ചറിലെ പേഷ്യന്റിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ചെയ്യുന്നത് ഗിവ് എ കോൾ ടു മെഡിക്കൽ ഓഫീസർ. മെഡിക്കൽ ഓഫീസറെ വിളിക്കണം. അപ്പൊ പേഷ്യന്റ് വന്നു, പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്തു? സ്ട്രക്ചറിൽ ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ തന്നെ എന്ത് ചെയ്യാം? മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കാം. മെഡിക്കൽ ഓഫീസറെ വിളിക്കാം. മൂന്നാമതായിട്ട് പറയുന്നത് ആഫ്റ്റർ ദ മെഡിക്കൽ ഓഫീസർ എക്സാമിൻസ് ദ പേഷ്യന്റ്, they ask him as to where they have to shift a patient. അപ്പൊ മെഡിക്കൽ ഓഫീസർ വിളിച്ചു, മെഡിക്കൽ ഓഫീസർ വന്നു, പേഷ്യന്റിനെ എക്സാമിൻ ചെയ്തു, പേഷ്യന്റിന്റെ എങ്ങനെയാണ് അവസ്ഥ, എന്തൊക്കെയാണെന്ന് നോക്കിയതിനു ശേഷമാണ് അദ്ദേഹമാണ് പറയുന്നത് where they have to shift the patient. പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് ആ മെഡിക്കൽ ഓഫീസറാണ് പറയുന്നത്. ചിലപ്പോൾ മേ ബി ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ICUലോട്ടോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്കോ അല്ലെങ്കിൽ മറ്റേത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് മെഡിക്കൽ ഓഫീസർ പറയുന്നു. ഓക്കെ, മൂന്നെണ്ണം ക്ലിയർ ആണോ? ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ആംബുലൻസിൽ പേഷ്യന്റ് ഒരു ഇമ്മീഡിയറ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്ന് കൺഫർമേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വാർഡ് ബോയ്സിന് അറ്റൻഡറെയും വിവരം അറിയിക്കുക. ദെൻ ആംബുലൻസിൽ വരുന്ന പേഷ്യന്റിനെ സ്ട്രക്ചറിൽ നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിപ്പിക്കുക. ദെൻ രണ്ടാമതായിട്ട് പ്രവേശിപ്പിച്ചതിന് ശേഷം നമ്മൾ മെഡിക്കൽ ഓഫീസറെ വിളിക്കുക. ദെൻ മൂന്നാമത് മെഡിക്കൽ ഓഫീസർ വന്നതിന് ശേഷം പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എങ്ങനെയാണോ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. ICUലാണെങ്കിൽ ICU അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്കാണോ എവിടെയാണെന്ന് അദ്ദേഹമാണ് പറയുന്നത്. ഓക്കെ, മൂന്നെണ്ണം ക്ലിയർ ആണല്ലോ? നാലാമതായിട്ട് പറയുന്നത് generally they shift the patient to the ICU and after patient becomes stable only then shift the patient to the concerned ward. അല്ലേ, ജനറലി പൊതുവായിട്ട് ഒരു എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനെ കൂടുതലായിട്ട് നേരെ ICUലേക്ക് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണ്. സോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിചരണം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പൊതുവെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ പേഷ്യന്റിനെ കൂടുതലും ICUലേക്കാണ് നേരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ICUല് പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ആഫ്റ്റർ ദ പേഷ്യന്റ് ബിക്കം സ്റ്റേബിൾ, പേഷ്യന്റ് ഒരു നോർമൽ ഒരു സ്റ്റേബിൾ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ ഷിഫ്റ്റ് ദ പേഷ്യന്റ് ടു കൺസേൺഡ് വാർഡിലേക്ക് പേഷ്യന്റിനെ മാറ്റാവുന്നത്. ഇപ്പൊ ചില പേഷ്യന്റ് നമുക്കറിയാം, ചിലപ്പോ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ട് കൊണ്ടുപോയ പേഷ്യന്റ് ആയിരിക്കാം. സോ ICUവിൽ 2 ദിവസമൊക്കെ ICUവിലായിരിക്കും. ദെൻ കുറച്ച് ആള് ബെറ്റർ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലോട്ടോ ഷിഫ്റ്റ് ചെയ്യുന്നു. അല്ലെ, അങ്ങനെയല്ലേ പൊതുവേ? സോ ഇവിടെ പറയുന്നത് ജനറൽ ആയിട്ട് ICUവിലായിരിക്കും. പക്ഷെ പേഷ്യന്റ് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ നമ്മൾ കൺസേൺഡ്, അതായത് വാർഡിലേക്കാണോ വാർഡിലോട്ട് പേഷ്യന്റിനെ മാറ്റുന്നു.
ഓക്കെ. Then ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് നോക്കാം. After counseling with the consultant and the permission of the same, they register patients in IPD register and their software too. ഇപ്പൊ നമ്മുടെ മെഡിക്കൽ ഓഫീസിലൊക്കെ വന്നു ഐസിയിലോട്ട് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്തു, നമുക്ക് റൂമിലോട്ടൊക്കെ മാറ്റാം. ഞങ്ങളോട് പറയുന്നത് ആഫ്റ്റർ കൗൺസിലിംഗ് ദ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡോക്ടറുമായിട്ടുള്ള ആ ഒരു കൺസൾട്ടന്റിനൊക്കെ ശേഷം ഡോക്ടറിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് അവിടെ ചെയ്യുന്നതാണ് അല്ലെ. ആദ്യം തന്നെ നേരെ എങ്ങോട്ടാണ്, ഐസിയിലാണെങ്കിൽ അവിടെ പരിചരണമൊക്കെ കൊടുത്തു, ദെൻ വാർഡിലോട്ട് മാറ്റുകയാണ്, അഡ്മിറ്റ് ചെയ്യുന്നതാണ് പേഷ്യന്റിനെ അല്ലെ. സോ ഈ അഡ്മിറ്റ് കൺസൾട്ടന്റിനൊക്കെ ശേഷം നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ IPD രജിസ്റ്റർ അറിയാലോ, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ രജിസ്റ്ററിൽ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്ന IPD രജിസ്റ്ററിലും അതോടൊപ്പം തന്നെ അവരുടെ സോഫ്റ്റ്വെയറിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യന്റിന്റെ വിവരങ്ങളൊക്കെ എഴുതിയിട്ടുള്ള നമ്മൾ സിസ്റ്റത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആ സോഫ്റ്റ്വെയറിലും കൂടി അപ്ഡേറ്റ് ചെയ്യണം പേഷ്യൻസിന്റെ വിവരങ്ങൾ. അഡ്മിറ്റ് ആക്കി ആദ്യം ICUയിൽ നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷമാണ് ആള് സ്റ്റേബിൾ ആയിട്ട് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അഡ്മിറ്റ് ആക്കലാണ് ആളെ. സോ IPD രജിസ്റ്ററിലും എഴുതണം, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിലും എന്ത് ചെയ്യുക, ആളെ ഇൻക്ലൂഡ് ആക്കുക. ഓക്കെ, അത്രയും ഓക്കെ ആണോ? 5 പോയിന്റ് വരെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ, ഉച്ച സമയമാണ്, റെസ്പോൺസ് ഒക്കെ ചെയ്യണോട്ടോ. ഓക്കെ, ഇടക്കിടക്ക് ഞാൻ ചോദിക്കും ഇങ്ങനെ റെസ്പോൺസ് ചെയ്യാൻ. ഓക്കെ, അപ്പോ ആറാമതായിട്ട് പറയുന്നത് fill the patient's consent form and after telling them the purpose and meaning of the form, it is signed by the patient's relatives. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ കൺസെന്റ് ഫോം ഫില്ല് ചെയ്യുന്നു. എന്താ കൺസെന്റ് ഫോം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കൺസെന്റ് ഫോം അല്ലെ, നമ്മൾ പൊതുവായിട്ട് കോമൺ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെ, കൺസെന്റ് ഫോം. സമ്മതപത്രം. ഓക്കെ, മലയാളത്തിൽ സമ്മതപത്രമാണ്. ഓക്കെ, എന്താണ് ഈ കൺസെന്റ് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ? സമ്മതപത്രം എന്താണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? ഉണ്ട്. ഓക്കെ, ദിവ്യ എന്താണ് പർപ്പസ്? ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇഷ്യൂസ്. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞോളൂ. നിങ്ങൾ ഹോസ്പിറ്റൽ ടേമിലൊന്നും പറയണ്ട. കോംപ്ലിക്കേഷൻസ് വരാം. ഓക്കെ, ദെൻ ഓപ്പറേഷന് മുൻപ് എന്തെങ്കിലും സർജറിക്കൊക്കെ മുൻപായിട്ടാണ് നമ്മൾ കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്യുന്നത്. ആരാണ് കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്യുന്നത്? പേഷ്യന്റ് ആണോ? കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്ത് കൊടുക്കാന്ന് പറയും സർജറിക്കൊക്കെ കയറ്റുമ്പോൾ അല്ലെ. ബൈസ്റ്റാൻഡർ, പേഷ്യന്റിന്റെ ഒപ്പമുള്ള ഒരു ബൈസ്റ്റാൻഡർ ആണ് അല്ലെ. ബൈസ്റ്റാൻഡർ ആണ്. മേ ബി ഇതുപോലെ നമ്മൾ ഇന്ന ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോണേണ്, സോ നിങ്ങളുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് എന്നൊക്കെയാണ് സമ്മതപത്രത്തിലുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് ഫിൽ ദ പേഷ്യന്റ് കൺസെന്റ് ഫോം. പേഷ്യന്റിന്റെ കൺസെന്റ് ഫോം ഒക്കെ ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു? ഒപ്പിടാൻ വേണ്ടി നമ്മൾ റിലേറ്റീവ്സിനാണ് ബൈസ്റ്റാൻഡർ ഒക്കെ കൊടുക്കുന്നു. സൈൻഡ് ബൈ ദ പേഷ്യന്റ് റിലേറ്റീവ്സ്. ദെൻ സൈൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പർപ്പസ് ആൻഡ് മീനിങ് ഫ്രം ഗെറ്റ് ഇറ്റ് സൈൻഡ് ബൈ. അതിന്റെ പർപ്പസ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു റെസ്പോൺസ് എന്തിനു വേണ്ടിയിട്ടാണ് സൈൻ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൺസെന്റില് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കുന്നു. ഫോം ഫില്ല് ചെയ്യുന്നു, സൈൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ പർപ്പസ് അല്ലെ, എന്തൊക്കെയാണ് ഈ കൺസെന്റ് ഫോമിൽ ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, സർജറിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്, അത് എന്തൊക്കെയാണെന്ന് നമ്മൾ റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ആറാമത്തെ പോയിന്റിൽ പറയുന്നത്. ഏഴാമത്തെ പോയിന്റില് സെൻഡ് ദ ഫയൽ ഓഫ് പേഷ്യന്റ് ടു ദ കറസ്പോണ്ടിങ് വാർഡ് where the medical officer has asked the patient to be shifted. അല്ലെ, അവിടെ എന്താ പറയാ, അതായത് മെഡിക്കൽ ഓഫീസർ ആണ് ഈ പേഷ്യന്റിനെ ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പൊ മേ ബി ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ കാർഡിയാക് ആയിട്ടുള്ള എന്തെങ്കിലും പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം, ഹൃദയ സംബന്ധമായിട്ടുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് കാർഡിയാക് ആയിട്ടുള്ള ഒരു വാർഡ് ഉണ്ടെങ്കിൽ ആ ഒരു വാർഡിലേക്കായിരിക്കും പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ പേഷ്യന്റിനെ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ട ആ ഒരു ഏത് വാർഡിലേക്കാണോ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ വാർഡിലോട്ട് പേഷ്യന്റിന്റെ ഫയൽ ആ വാർഡിലോട്ട് അയക്കണം എന്ന്. ഇപ്പോ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, കാർഡിയാക് ആണെങ്കിൽ ആ ഒരു വാർഡിലോട്ടാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ വാർഡിലേക്ക് പേഷ്യന്റിന്റെ ഫയൽ എത്തിക്കാനായിട്ട് മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെടും. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് confirming that the file of patient is received by MO, medical officer ന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ MO എന്ന് പറയുന്നത്, of the corresponding ward. ഇനി
നമ്മൾ പറഞ്ഞല്ലോ ഏഴാമത്തെ പോയിന്റിൽ പറഞ്ഞത് പേഷ്യന്റിനെ ഏത് വാർഡിലാണോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആ വാർഡിലേക്ക് പേഷ്യന്റിന്റെ ഫയൽ എത്തിച്ചു കൊടുക്കുക, സെൻഡ് ചെയ്യുക. എട്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കൺഫേം ചെയ്യാന്ന്, അതായത് രോഗിയുടെ ഫയൽ അവിടെ മെഡിക്കൽ ഓഫീസർക്ക് ലഭിച്ചു എന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഒരു അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം കേട്ടോ, സിമ്പിൾ ആയിട്ട് പറയാം, ചുരുക്കി പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ അതനുസരിച്ചിട്ട് എളുപ്പം മാക്സിമം ചുരുക്കി പറയാം, നമുക്ക് ഓരോ ഓർഡറിൽ അവിടെ പഠിച്ചു പോകാം. ഫസ്റ്റ് എന്താണ് പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒരു എമർജൻസി ആയിട്ട് പേഷ്യന്റ് വരുന്നു എന്നൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം, വാർഡ് ബോയ്സിനെയോ അറ്റൻഡറിനെയോ വിവരം അറിയിക്കുക. then ആംബുലൻസിൽ വരുന്ന പേഷ്യന്റിനെ സ്ട്രക്ചറിൽ ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിപ്പിക്കുക. then അപ്പൊ തന്നെ എന്ത് ചെയ്യാം, മെഡിക്കൽ ഓഫീസിൽ കോൾ ചെയ്യുക. then മെഡിക്കൽ ഓഫീസിൽ വന്നു പേഷ്യന്റിനെയൊക്കെ നോക്കി എവിടേക്കാണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യണേന്ന് തീരുമാനിക്കുന്നു. then മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് പേഷ്യന്റിന് എപ്പോഴും ICUലേക്ക് ആയിരിക്കും, കാരണം എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യന്റ് ആണ്. സോ ICUലേക്ക് ആയിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. then പേഷ്യന്റ് സ്റ്റേബിൾ ആയതിനു ശേഷം കൺസേൺഡ് വാർഡിലേക്ക് മാറ്റുന്നു. then അടുത്തത് പറയുന്നത് വാർഡിലോട്ട് മാറ്റിയതിനു ശേഷം അപ്പൊ അവിടെ അഡ്മിറ്റ് ആക്കണേണ് പേഷ്യന്റിന് അല്ലെ. അപ്പൊ അഡ്മിറ്റ് ആക്കുമ്പോൾ എന്ത് വേണം, IPD രജിസ്റ്ററിലും സോഫ്റ്റ്വെയറിലും പേഷ്യന്റിന്റെ വിവരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. then ആറാമതായിട്ട് പറഞ്ഞത് പേഷ്യന്റിന്റെ കൺസെന്റ് ഫോം ഒക്കെ ഫിൽ ചെയ്ത് റിലേറ്റീവ്സിന്റെ കൺസെന്റ് ഫോം സൈൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ കൺസെന്റ് ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് വിശദമായിട്ട് പറയുക. then അടുത്തതായിട്ട് പറയുന്നത് കറസ്പോണ്ടിങ് വാർഡ്, ഏത് വാർഡിലാണോ പേഷ്യന്റ് അഡ്മിറ്റ് ആയിരിക്കുന്നത് ആ വാർഡിലോട്ട് പേഷ്യൻസിന്റെ ഫയൽ അയക്കാം. then ലാസ്റ്റ് വൺ, പേഷ്യന്റിന്റെ ഫയൽ മെഡിക്കൽ ഓഫീസർക്ക് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എളുപ്പമല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ആ ഒരു ഓർഡറിൽ പഠിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാക്സിമം ഷോർട്ട് ആക്കിയിട്ടല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ തന്നെ ഒന്ന് മലയാളത്തില് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കിയ ഒരു ഓർഡർ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വായിച്ചു നോക്കാം, മനസ്സിലാക്കി വായിക്കാം. ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ മാക്സിമം ഷോർട്ട് ആക്കി, അപ്പൊ അതുപോലെ നിങ്ങൾ ഒന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്കിയ ഒരു ഓർഡറില്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ലാസ്റ്റ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത് വായിച്ച എല്ലാവരും അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ വളരെ കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നല്ല ചാപ്റ്റർ ആയിരുന്നില്ലേ? ഇഷ്ടപ്പെട്ടോ? നല്ല ചാപ്റ്റർ ആയിരുന്നോ? വളരെ എളുപ്പമാണ് അല്ലെ? മാക്സിമം നമ്മൾ ഒരു 50% പഠിച്ചിട്ടുണ്ട് ആ ചാപ്റ്റർ. പഠിച്ചോ? ഓ ഓക്കെ, എളുപ്പമായിരുന്നില്ലേ ഹന്ന? സീരിയസ് ആയിട്ട് വെച്ചത് എളുപ്പമായിരുന്നില്ലേ? കുഞ്ഞു ചാപ്റ്റർ അല്ലേ? വളരെ നല്ല എളുപ്പമുള്ള പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ?
നോക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ IPD എന്ന് പറയുന്നത് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയുന്നുള്ളൂ കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞു എന്താണ് അഡ്മിഷൻ അല്ലെ, അഡ്മിഷന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കുക. ദെൻ പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ, അഡ്മിഷന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു എമർജൻസി, 2 ടൈപ്പ് അഡ്മിഷൻ ആണ്, എമർജൻസി അഡ്മിഷനും റൊട്ടീൻ അഡ്മിഷനും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എമർജൻസി അഡ്മിഷൻ എക്സാമ്പിൾ ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ്, പോയിസണിങ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോന്നും പഠിക്കുമ്പോൾ എക്സാമ്പിൾ വെച്ച് പഠിക്കാം. കാരണം നിങ്ങൾ എക്സാമിന് ഇതുപോലെ എക്സാമ്പിൾ വെച്ചിട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരുന്നത്. ഞാൻ എടുത്തപ്പോ പറഞ്ഞായിരുന്നു മോഡലൊക്കെ. ദെൻ അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വായിക്കണം. ദെൻ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്, ആ പോയിന്റുകൾ മനസ്സിലാക്കി വായിക്കാം. ദെൻ അതിൽ ഒരു ഫുൾ ഫോം ഉണ്ടായിരുന്നു TPE എന്ന് പറഞ്ഞത്, അത് ഒന്ന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നോക്കാം. ദെൻ നഴ്സസിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്, പ്രിപ്പയർ റൂമിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു, അങ്ങനെ ഓരോ പോയിന്റിലും ഓരോ കാര്യങ്ങൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ദെൻ പ്രിലിമിനറി ഒബ്സർവേഷനിൽ നമ്മൾ കുറച്ച് കുറച്ച് പേരുകളൊക്കെ പുതുതായിട്ട് പഠിച്ചായിരുന്നു അല്ലെ. പ്രിലിമിനറി ഒബ്സർവേഷനിൽ നമ്മൾ ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിന്നിൽ 3 കാര്യങ്ങൾ പഠിച്ചു, ജോണ്ടിസ്, സയനോസിസ്, ഫേഷ്യൽ പാരലിസിസ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണേ. ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിന്നിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, ദെൻ ചാർട്ടിങ്ങിൽ വരുന്ന കാര്യങ്ങള്, അതില് കണ്ടോ MLC ഫുൾ ഫോം ഉണ്ട്, മെഡിക്കൽ ലീഗൽ കേസ്. ദെൻ നമ്മൾ ലാസ്റ്റ് വൺ അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചോ? നമ്മൾ ക്ലാസ് എടുത്തു, പഠിച്ചോ നിങ്ങൾ? യെസ്, ഓക്കെ, കുഴപ്പമില്ല, കുഞ്ഞു ചാപ്റ്റർ ആണ്, അപ്പൊ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് സമയം കളയുന്നില്ല, നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞതാണ്. നമ്മൾ ഇനി പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതും നമ്മുടെ ഇൻപേഷ്യന്റ് പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളത് ചാപ്റ്റർ ആണ്, എളുപ്പമാണ് കേട്ടോ, പഠിക്കാനായിട്ട് നല്ല എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു അധികം പോയിന്റ്സുകളൊക്കെയാണ് കൂടുതലും വരുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ, നോക്കാം. ഹോസ്പിറ്റൽ വാർഡ് അല്ലെ, നമുക്ക് പൊതുവെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയാം കേട്ടോ. നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ ശ്രമിക്കാം. അത്യാവശ്യം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നവരാണ് അല്ലെ. നമ്മളുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ. ഹോസ്പിറ്റലിൽ ഇല്ലാത്തൊരു ലൈഫ് ഉണ്ടോ? നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളും ഇതെല്ലാം വരും അല്ലെ, മനുഷ്യരാണ് അല്ലെ, അപ്പൊ അസുഖങ്ങളൊക്കെ വരും. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ആരും ഹോസ്പിറ്റലിൽ പോകാത്തവരായിട്ട് ആരും ഇല്ലാലോ, ആരെങ്കിലും ഉണ്ടോ? അറ്റ്ലീസ്റ്റ് മെഡിസിൻ എങ്കിലും കഴിക്കുമല്ലോ പോകാത്തവരാണെങ്കിൽ തന്നെ അല്ലെ. അപ്പോ നോക്കാം, നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഹോസ്പിറ്റൽ വാർഡ് അല്ലെ, ഹോസ്പിറ്റലിലെ വാർഡ് കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടോ? കാണാത്തവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അഡ്മിറ്റ് ആയപ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആരെങ്കിലും വിസിറ്റ് ചെയ്യാനോ, അറ്റ്ലീസ്റ്റ് വിസിറ്റ് ചെയ്യാനെങ്കിലും പോയിട്ടുണ്ടാവുമല്ലോ ഹോസ്പിറ്റൽ വാർഡ്. യെസ്, എല്ലാവർക്കും അറിയാം വാർഡ്. എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ വാർഡിന്റെ പ്രത്യേകതകൾ? എങ്ങനെയാണ് നിങ്ങൾ അത് വാർഡാണെന്ന് മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ബെഡ് ഉണ്ട്, ഓക്കെ, കുറെ ബെഡ് ഉണ്ട്. പിന്നെ എങ്ങനെയാ? അത്രേ ഉള്ളോ? ആളുകളുണ്ടോ? ബെഡ് മാത്രമല്ല കേട്ടോ, ആളുകളുണ്ട്. ഓക്കെ, ഒരുപാട് പേര് ഒരുമിച്ചുണ്ട്, പേഷ്യന്റ് ഉണ്ട്. വേറൊന്നുമില്ല, ഡോക്ടർ ഉണ്ട്. ഓക്കെ, നഴ്സുമാരെ ഉണ്ടാവും, ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഒരുമിച്ചുണ്ട്. റിലേറ്റീവ്സ് ഉണ്ടാകും. എല്ലാവരും കൂടി ട്രിപ്പ് പോകണോ വാർഡിലേക്ക്? ഓക്കെ, 5 സ്റ്റാൻഡർ ഉണ്ടാകും, നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവും, 24 hours വർക്കിംഗ് ഉണ്ടാവും അല്ലെ. മെഡിസിൻസ് കാര്യങ്ങൾ ഉണ്ടാവും, കോമൺ ആയിരിക്കും എല്ലാ കാര്യങ്ങളും അല്ലെ. ഇനി എന്റെ എന്തെങ്കിലും പോയിന്റ്സ്, എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടോ? ഇഞ്ചക്ഷൻ ഉണ്ടാവും. അനു ശരിയാണ്, ഇഞ്ചക്ഷൻ ഇല്ലാണ്ട് പറ്റില്ല അല്ലെ. കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. ഓക്കെ, കണ്ടോ പോയിന്റ്സുകളൊക്കെ വരുന്നുണ്ടോ? അത്രയൊക്കെ ഉള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം പോയി കളക്ട് ചെയ്യണം. എല്ലാം എൻക്വയറി സെക്ഷൻ ഫ്രീ ആണ്, ഫുഡ് ഉണ്ടാകും.
ഓക്കെ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും ഓക്കെ കേട്ടോ ക്ലോറിൻ പോയിന്റ് ഒക്കെ വന്നിട്ടോ ചാർജ് കുറവായിരിക്കും യെസ് ദിവ്യ ശരിയാണ് അല്ലെ ചാർജ് കുറവായിരിക്കും റൂമിലാവുമ്പോൾ റൂമിന്റെ ഫ്രണ്ട് ഇച്ചിരി കൂടും വാർഡിലാണെങ്കിൽ അത്ര ചാർജ് വരുന്നില്ല അല്ലെ ഓക്കെ കേട്ടോ എല്ലാവർക്കും അറിയാം നിങ്ങൾക്കൊക്കെ അറിയാം വാർഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് ട്രിപ്പ് സ്റ്റാർട്ട് ഉണ്ടാവും ഓക്കെ ദെൻ ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം കേട്ടോ ഓക്കെ അപ്പൊ ഹോസ്പിറ്റൽ വാർഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡെഫിനീഷനെ കുറിച്ചാണ് ഹോസ്പിറ്റൽ എന്താണ് വാർഡ് എന്നുള്ളൊരു ഡെഫിനേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് സോ ഡെഫിനേഷൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും കൂടി ഓർത്തിറക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് നോക്കാം എ വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ a ward in a room in a hospital where beds are arranged for many people അല്ലെ നിങ്ങൾ പറഞ്ഞു ഒത്തിരി ബെഡ്സ് ഉണ്ട് many peoples ഉണ്ട് often people who need similar treatment ഏകദേശം എല്ലാവർക്കും ഒരു similar treatment ആണ് stay can be long term or short term depending upon the severity of condition ചില പേഷ്യന്റ് ലോങ് ടേം കുറെ നാൾ കിടക്കും ചില പേഷ്യന്റ് കുറച്ച് ഷോർട്ട് ടേം ഡിപ്പെൻഡിങ് അപ്പോൺ സെവറിറ്റി ഓഫ് കണ്ടീഷൻ എന്താണ് സെവറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗത്തിന്റെ കാഠിന്യം എഴുതി വെച്ചോളൂ കേട്ടോ അർത്ഥം അറിയില്ലാത്തവർ എഴുതി വെക്കാം സെവറിറ്റി ഓഫ് കണ്ടീഷൻ അതായത് നമ്മുടെ അസുഖത്തിന്റെ ആ ഒരു കാഠിന്യം തീവ്രത അല്ലെ ഇപ്പൊ അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വാർഡിൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ സെയിം അഡ്മിറ്റ് ആയ ദിവസം തന്നെ വേറൊരു നമ്മുടെ തൊട്ടിപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന ആളും അന്ന് തന്നെ അഡ്മിറ്റ് ആയത് ഈ രണ്ടുപേരും സെയിം ഡേറ്റിൽ തന്നെ ഡിസ്ചാർജ് ആകുമോ അങ്ങനെയാണോ ഒരേപോലെ ആയിരിക്കോ അഡ്മിറ്റ് ആവുന്നതും ഡിസ്ചാർജ് ആവുന്നതും വ്യത്യാസം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടാവുന്നത് അതാണ് ഇവിടെ പറയുന്നത് സെവറിറ്റി ഓഫ് കണ്ടീഷൻ ഓരോ പേഷ്യന്റിന്റെയും രോഗത്തിന്റെ കാഠിന്യത്തിനനുസരിച്ചാണ് അല്ലെ ഇപ്പൊ ചിലവർക്ക് 5 ദിവസത്തെ ഇഞ്ചക്ഷൻ ആയിരിക്കും എഴുതിയിരിക്കുന്നത് മീൻസ് 5 ദിവസം ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ ആള് സ്റ്റേബിൾ ആകും ചിലപ്പോൾ നമ്മുടെ തൊട്ട് ബെഡിൽ നമ്മൾ സെയിം ഡേയിൽ തന്നെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആയിരിക്കാം പക്ഷെ ആൾക്ക് ഒരു 10 ദിവസത്തെ ഇഞ്ചക്ഷൻ ആയിരിക്കും എഴുതിയിരിക്കുന്നത് അത് ഓരോ പേഷ്യന്റിന്റെയും രോഗത്തിന്റെ തീവ്രത അനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ പേഷ്യന്റിനെ നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കുന്നത് കണ്ടോ സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം എന്തിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പെൻഡിങ് അപ്പോൺ സെവറിറ്റി ഓഫ് കണ്ടീഷൻ ഓരോ പേഷ്യന്റിന്റെയും രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് എത്ര ദിവസമാണ് അവിടെ സ്റ്റേ ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് ഓക്കെ ഡെഫിനിഷൻ പഠിച്ചോ ഓക്കെ ഒരു പ്രാവശ്യം കൂടി വായിക്കാം then ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ സിമിലർ ട്രീറ്റ്മെന്റ് വരെ അണ്ടർലൈൻ ചെയ്താൽ മതി എ വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ where beds are arranged for many people often people who need similar treatment അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം ഡെഫിനിഷൻ ആണ് stay can be long term or short term depending upon severity of condition അല്ലെ ലോങ് ടേമിലോ ഷോർട്ട് ടേമിലോ അഡ്മിറ്റ് ചെയ്യാം എന്തിന്റെ അടിസ്ഥാനത്തില് ഡിപ്പെൻഡിങ് അപ്പോൺ സെവറിറ്റി ഓഫ് കണ്ടീഷൻ ഡെഫിനിഷൻ ക്ലിയർ ആണോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് ഓക്കെ അല്ലേ ഡെഫിനിഷൻ എന്താണ് ഹോസ്പിറ്റൽ വാർഡ് ഓക്കെ വായിപ്പിക്കാട്ടോ ഞാൻ അടുത്തൊരു സെക്ഷനെ കൂടി എടുത്തിട്ട് ഞാൻ വായിപ്പിക്കാം ഇനി നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പഠിച്ചു അല്ലെ ദ പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ വാർഡിന്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് അതായത് ഒരു ഹോസ്പിറ്റലിനുള്ളിൽ അല്ലെങ്കിൽ റൂം മാത്രം പോലെ എന്തിനിങ്ങനെ വാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ അറിവില് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ റൂംസ് മാത്രം കൊടുത്താൽ മതിയല്ലോ ഇങ്ങനെ വാർഡ് എന്നുള്ളൊരു സംഭവം എന്തിനായിരിക്കും അങ്ങനെ ഒരു വാർഡ് എന്നുള്ളൊരു സംഭവം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ കോമൺ ട്രീറ്റ്മെന്റ് കിട്ടും ഓക്കെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഓക്കെ വേറെ എന്തൊക്കെയാണ് വേറെ ഒന്നുമില്ല എല്ലാവർക്കും ലോ പ്രൈസ് മാത്രം അറിയാൻ പാടുള്ളൂ ട്രീറ്റ്മെന്റ് കോമൺ ആയിട്ട് കിട്ടും വേറെ എന്തൊക്കെയാണ് ഒന്നുമില്ല അത്ര ഉള്ളോ നഴ്സുമാരുടെ നല്ല സേവനം കിട്ടും അല്ലെ റൂമിലാണെങ്കിലും കിട്ടും ഗുഡ് റിലേഷൻ അല്ലെ നഴ്സസിന്റെ ആണെങ്കിലും നല്ലൊരു സേവനം കാര്യങ്ങളൊക്കെ പേഷ്യന്റിന് ലഭിക്കുന്നു അല്ലേ ഓക്കെ നമുക്ക് നോക്കാം പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡിന്റെ ഉദ്ദേശങ്ങളാണ് നോക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത് നിങ്ങൾ ആ പോയിന്റ്സ് തന്നെ പഠിക്കുക അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഒന്ന് പഠിച്ചു വെക്കണം സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നോക്കാം എന്തൊക്കെയാണ് പർപ്പസ്
ഫസ്റ്റ് വൺ പറയുന്നത് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഇവിടെ അഡ്മിറ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ രോഗനിർണയ ടെസ്റ്റുകളും കാര്യങ്ങളും ദെൻ ചികിത്സയും ലഭിക്കുന്നത് വാർഡില്. ഓക്കെ, റൂമിൽ ലഭിക്കും കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയതുപോലെ എല്ലാവർക്കും മീൻസ് ലോ പ്രൈസിൽ എല്ലാവർക്കും ഒരുപോലെ റൂമൊക്കെ എടുക്കാനുള്ള സാഹചര്യം കഴിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. സോ അപ്പോൾ പറഞ്ഞ ഒരു ലോ പ്രൈസിന്റെ വാർഡിൽ കിടന്നുകൊണ്ട് തന്നെ എല്ലാ രോഗനിർണയങ്ങളും മീൻസ് ടെസ്റ്റുകൾ, ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രോഗനിർണയം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നടത്താനും ട്രീറ്റ്മെന്റ് ലഭിക്കുന്നു. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് പ്രൊമോട്ടിങ് ഹെൽത്ത്. ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ കുറച്ചും കൂടി എന്താണ് ഡെവലപ്പ് ആക്കാന്ന്. അതായത് നമ്മൾ ആ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുമല്ലോ, ശരിയായിട്ടുള്ള രീതിയിൽ കറക്റ്റ് സമയത്ത് മെഡിസിനും ഇഞ്ചക്ഷൻ ഒക്കെ കിട്ടി നമ്മളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് ടീച്ചിങ്. എന്തുകൊണ്ട് ടീച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്? ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നതാണോ ടീച്ചിങ്? ആണോ? എന്തായിരിക്കും അവിടെ ടീച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങൾ അല്ലെ. നിങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലായിരിക്കും നമ്മളോട് പെരുമാറുന്നത്. ഇപ്പൊ വാർഡിലൊക്കെ കിടക്കുകയാണെങ്കിലും നഴ്സസ് കൃത്യസമയത്തിന് വന്ന് ഇഞ്ചക്ഷൻ തരുന്നു, മെഡിസിൻ തരുന്നു അല്ലെ. പിന്നെ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് പറഞ്ഞു തരും അല്ലെ. മെഡിസിൻ ഏത് സമയത്ത് കഴിക്കണം, അല്ലെങ്കിൽ കഴിച്ചോ, ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ടോ? ഉണ്ടോ? അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അവരുടെ ജോലി നോക്കി അവിടെ ഇരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല അല്ലെ. കൃത്യസമയത്ത് മരുന്ന് തരുന്നു, ഇഞ്ചക്ഷൻ നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ വരുന്നു. നമ്മളൊന്ന് ടീച്ച് ചെയ്യലാണ് ശരിക്കും അല്ലെ. പഠിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ ട്രീറ്റ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ, ഒരു എന്താ പറയാ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റിസർച്ച് വിട്ടുപോയി. ഓക്കെ റിസർച്ച് പറഞ്ഞ ആ ഒരു ഫ്ലോയിൽ പോയാട്ടോ. നോക്കാം. റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇപ്പോ നമ്മളൊരു പറഞ്ഞ പോലെ പുതിയ പുതിയ അസുഖങ്ങൾ അല്ലെ. ഇപ്പൊ പുതിയ എന്താ പറയാ, നമ്മള് ഇപ്പൊ പനി ചുമ കൂടിയല്ല, അല്ലാതെ റെയർ ആയിട്ടുള്ള കേസുകളൊക്കെ വരില്ലേ ഹോസ്പിറ്റലില്. ഇപ്പോ നമ്മൾ കേട്ടിട്ടില്ലേ ചില അസുഖങ്ങളൊക്കെ? എക്സാമ്പിൾ പറയാൻ എന്താ, ഇപ്പോ എന്താ പറയാ, ഇപ്പൊ 1 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖം. ഞാൻ ഉദ്ദേശിക്കുന്നത് റെയർ ആയിട്ട് വരുന്ന കേസുകളൊക്കെ ഇല്ലേ. അതായത് ഇപ്പൊ 1 ലക്ഷത്തിലധികം ഇങ്ങനെ ചികിത്സ, ഇങ്ങനെ ഒരുപാട് 1 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖം, അങ്ങനെയുള്ള പുതിയ പുതിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിനെ കുറിച്ചിട്ട് പഠനങ്ങളൊക്കെ നടത്താറുണ്ട്, റിസർച്ചുകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ വാർഡിൽ വരുന്ന ഒരു പേഷ്യന്റ് ആണേ. അപ്പോ എക്സാമ്പിൾ ഏത് വേണമെങ്കിലും പറയാം. അപ്പൊ എന്തെങ്കിലും റെയർ ആയിട്ടുള്ള ഒരു കേസ് ഒക്കെ വരുമ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു റിസർച്ച് പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. വാർഡിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് റിസർച്ച് നടത്തുന്നു. അടുത്ത പോയിന്റ്, റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ആൻഡ് അല്ലെങ്കിൽ മെഡിക്കൽ കെയർ പേഷ്യൻസിന് കൊടുക്കുന്നു. റെൻഡർ എന്ന് പറഞ്ഞാൽ കൊടുക്കുക, നൽകുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്നായിരുന്നു ക്ലിയർ ആയില്ല കേട്ടോ. ഞാനേ ചിലപ്പോ നിങ്ങളുടെ കമന്റ്സ് ഞാൻ മാക്സിമം ഞാൻ നോക്കി ആൻസർ പറയും. പക്ഷെ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോ കാണില്ല ചിലത് കേട്ടോ. റിസർച്ചില് എന്താ പറയുന്നത്? റിസർച്ച് വാർഡിൽ മാത്രമല്ല, നമ്മൾ വാർഡിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വാർഡിൽ മാത്രം വരുന്ന കേസ് അല്ല കേട്ടോ. നമ്മളിവിടെ നമ്മുടെ പഠിക്കാൻ പോകുന്ന വാർഡിനെ കുറിച്ചാണല്ലോ. സോ വാർഡിൽ വരുന്ന പേഷ്യൻസിനും ഇതുപോലെ റയർ കേസുകളൊക്കെ വരുമ്പോൾ ഗവേഷണം നടത്തുന്നു. റൂമിലാണെങ്കിലും നടത്തിയൊക്കെ ചെയ്യോട്ടോ. ക്ലിയർ ആയോ? നമ്മൾ വാർഡിന്റെ കാര്യമല്ലേ മെൻഷൻ ചെയ്തേക്കണതേ. ഓക്കെ. അപ്പൊ റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്. മെഡിക്കൽ കെയർ പേഷ്യൻസിന് കൊടുക്കുക. Then last one, provide necessary equipments, essential drugs and all other stores requirement for patient care in an organized manner. ഒരു ഓർഗനൈസ്ഡ് മാനറിൽ, ഒരു ഘടനാപരമായിട്ട് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കൊടുക്കുക. ഇതിന് ആവശ്യമായിട്ടുള്ള ഡ്രഗ്സ്, മെഡിസിൻസുകൾ കൊടുക്കുക. ദെൻ ഡ്രഗ്സ്, അതർ സ്റ്റോർസ് റിക്വയർമെന്റ്, പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അല്ലെ. ഇപ്പൊ ഒരു എന്താണ് പില്ലോ കവർ, ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ളവ കൊടുക്കുക. നിങ്ങൾ പറഞ്ഞില്ലേ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാകും. ഇപ്പൊ എന്താണ് ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഉണ്ടാകും,
അല്ലെങ്കിൽ ഡ്രിപ്പ് അങ്ങനെയുള്ള പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, research, render professional nursing and medical care to patient, then provide necessary equipment, essential drugs and all other stores requirements for patients care in an organized manner. Okay, clear ആണോ? പർപ്പസ് ഏതൊക്കെയാണ്? ആ പോയിന്റ് മാത്രം പഠിക്കുക, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. മാക്സിമം ഷോർട്ട് ആക്കിയിട്ടാണ് പോയിന്റ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ പറഞ്ഞോനോ, പ്രൊമോട്ടിംഗ് ഹെൽത്ത്, അതായത് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുക. നമുക്ക് നല്ല ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കണേ വാർഡിൽ അഡ്മിറ്റ് ആകുമ്പോൾ. ഓക്കെ, ഇനി ഒന്ന് ഡെഫിനേഷനും വായിക്കണം, പർപ്പസും വായിച്ചു നോക്കാം കേട്ടോ. ലാസ്റ്റ് വൺ പറഞ്ഞത് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കൊടുക്കുക, ഉപകരണങ്ങൾ. ഇപ്പൊ ട്രിപ്പ് കിട്ടണമെങ്കിൽ അതിനുള്ള ട്രിപ്പ് സ്റ്റാർട്ട് അങ്ങനെയുള്ള ഉപകരണങ്ങൾ കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള ഡ്രഗ്സ്, മെഡിസിൻസുകൾ കൊടുക്കുക, then മറ്റ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, വായിച്ചു നോക്കാം. ഡെഫിനേഷൻ വായിക്കണം ആദ്യം, then പർപ്പസ് വായിക്കാം. മനസ്സിലാക്കി വായിക്കണം കേട്ടോ. പർപ്പസ് പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കണേ. ഡെഫിനിഷൻ നോക്കാം കേട്ടോ. അതായത് നമ്മൾ ഹോസ്പിറ്റൽ വാർഡ് എന്താണെന്നാണ് പറയുന്നത്. ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു റൂമാണ്, അല്ലെ? ഒരു നീളത്തിലുള്ള ഒരു റൂമാണ്. then ആ റൂമില് ബെഡ്സ്, കുറെ ബെഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പേഷ്യൻസിന് വേണ്ടി. then ഏകദേശം എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നു. then ഓരോ പേഷ്യന്റും അവിടെ സ്റ്റേ ചെയ്യുന്നത് ലോങ് ടേം ആകാം, ഷോർട്ട് ടേം ആകാം. എല്ലാവരും ഒരേ ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് ഒരേ ദിവസം എല്ലാം ഡിസ്ചാർജ് ആകുന്നത്. സോ എന്തുകൊണ്ടാണ്? ഡിപ്പെൻഡിങ് അപ്പോൺ സെവറിറ്റി ഓഫ് കണ്ടീഷൻ, ഓരോ പേഷ്യന്റിന്റെയും രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പൊ ചില പേഷ്യന്റിന് 5 ദിവസമായിരിക്കും സ്റ്റേ ചെയ്യേണ്ടത്, ചില പേഷ്യന്റിന് ചിലപ്പോൾ ഒരു 7 ദിവസമാകാം, 10 ദിവസമാകാം. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. വായിച്ചു എല്ലാവരും ഡെഫിനേഷനും പർപ്പസും. ഓൾമോസ്റ്റ് ലെർണിംഗ് കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഡെഫിനേഷനും പർപ്പസും ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ,
കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ്, അതായത് ഒരു വാർഡിനുള്ളിലെ ഘടകങ്ങളാണ് പറയുന്നത്. മെയിൻ ആയിട്ടും ഒരു വാർഡില് 3 ഘടകങ്ങളാണ് ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂവൻസ് നോക്കാം. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ് 3 എളുപ്പം ഇപ്പൊ തന്നെ പഠിച്ചു പോണം. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. നിങ്ങൾ സൈഡിൽ ഒന്ന് എഴുതി വെച്ചോളൂ. PNC എന്ന് എഴുതി വെക്കാം, ഒരു കോഡ് പോലെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന്. ഓക്കെ, PNC എഴുതി വെച്ചോളൂ. PNC ഹാർട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിച്ചോളൂ. ദെൻ കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകില്ല. നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചാൽ 2 പോയിന്റ് ഓർക്കും, 3ാമത്തെ പോയിന്റ് നമുക്ക് കൈവിട്ട് പോകും അല്ലെ. അപ്പൊ ഒരു കോഡ് വെച്ചാൽ ഇപ്പൊ PNC എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ P എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആണ്, N നഴ്സിംഗ് സ്പേസ് ആണ്, Pയും Nഉം നമുക്ക് കിട്ടും. C കോറിഡോർസ്. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? നമ്മൾ എടുക്കുന്ന കോഡ് വെച്ച് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് പഠിക്കാം കേട്ടോ. ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള ബാച്ചുകളിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് PNC. അതുകൊണ്ട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും PNC പറയാൻ പറ്റും. ഓക്കെ, മറന്നുപോകില്ല. പേഷ്യന്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് കിടക്കുന്ന ആ ഒരു ഏരിയ, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഉള്ള പേഷ്യന്റിന്റെ ഒരു ഏരിയ. നഴ്സിംഗ് സ്പേസ്, എന്താ നഴ്സിംഗ് സ്പേസ്? നിങ്ങൾ തന്നെ പറയണം കേട്ടോ. നിങ്ങൾക്കറിയാം നഴ്സിംഗ് സ്പേസ്, വാർഡിനുള്ളിലെ നഴ്സിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. വാർഡിനുള്ളിലെ നഴ്സിംഗ് സ്പേസ്, നഴ്സിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ നഴ്സിംഗ് റൂം അല്ലെ. അതായത് പേഷ്യൻസിന് വേണ്ടിയിട്ട് നഴ്സുമാരിരിക്കുന്ന ഒരു ഏരിയ, ചെറിയൊരു റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വാർഡിൽ കിടക്കുന്ന എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോയിട്ടാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് എന്താ നഴ്സിംഗ് സ്പേസ്. കോറിഡോർസ്, കോറിഡോർ പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ള കോറിഡോർസ്, ഇടനാഴി അല്ലെ. ഹോസ്പിറ്റലിന്റെ അങ്ങനെ വാർഡിന്റെ ഉള്ളിൽ ചെറിയൊരു വഴി പോലെ ഇടനാഴിയൊക്കെ ഉണ്ടാകും അല്ലെ. ഇതിനെയാണ് കോറിഡോർസ് എന്ന് വിളിക്കുന്നത്. പഠിച്ചോ? PNC. വരാന്ത എന്ന് വേണമെങ്കിൽ പറയാം, ഇടനാഴി. അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? PNC. മറന്നു നോക്കരുത്. P എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് സ്പേസ്, N നഴ്സിംഗ് സ്പേസ്, C അതിന്റെ നടുവിലൂടെയുള്ള കോറിഡോർസ്. ഓക്കെ, കോഡ് ഓർത്തിരിക്കണം. കോഡ് പഠിച്ച എല്ലാവരും കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡിന്റെ ഘടകങ്ങളാണ് PNC എന്ന് പറയുന്നത്. ഓക്കെ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും PNC എന്തൊക്കെയാണെന്ന് പറയണം. P പേഷ്യന്റ് ആണ്, N നേഴ്സ് ആണ്, C നടുക്കുള്ള കോറിഡോർസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പഠിച്ചല്ലോ. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ടൈപ്സ് ഓഫ് വാർഡ് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ ജനറൽ ആയിട്ടുള്ള ഒരു വാർഡ് ഉണ്ടാകും അല്ലെ. കോമൺ ആയിട്ട് പേഷ്യൻസ് ഉള്ള വാർഡ് ഉണ്ടാവും. പിന്നെ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾ ഉണ്ടാവും അല്ലെ. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ആ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള പേഷ്യൻസ് മാത്രമായിരിക്കും ആ വാർഡിലുള്ളത്. ഇപ്പൊ നിങ്ങൾ നോർമലി പീഡിയാട്രിക് വാർഡുകൾ കണ്ടിട്ടുണ്ടാകും അല്ലെ. സർജിക്കൽ വാർഡ്, പീഡിയാട്രിക് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വാർഡാണ് അല്ലെ. ഓപ്പറേഷൻ വാർഡ്, സർജിക്കൽ വാർഡ്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് മാത്രമായിരിക്കും ആ വാർഡിനുള്ളിലുള്ളത്. ഓക്കെ, ജനറൽ വാർഡ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാ തരത്തിലുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് 2 ടൈപ്പ് വാർഡുകളാണ്, ജനറൽ വാർഡും സ്പെഷ്യലൈസ്ഡ് വാർഡും. സ്പെഷ്യലൈസ്ഡ് വാർഡുകൾക്ക് എക്സാമ്പിൾ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്, ഒരുപാടൊന്നുമില്ല, എളുപ്പമാണ് കേട്ടോ. എക്സാമ്പിൾ ഓർത്ത് വെക്കണം, പഠിക്കണം. ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡ് അല്ലെ, അതൊരു സ്പെഷ്യലൈസ്ഡ് വാർഡാണ്, എക്സ്പെഷ്യലി ഫോർ വുമൻസിനുള്ള വാർഡാണ്. അതായത് ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഗൈനക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾക്കുള്ള പേഷ്യൻസ് ആണ് ഈ ഗൈനക്കോളജി വാർഡിലും അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡിലും അഡ്മിറ്റ് ആവുന്നത്. ഫീമെയിൽ വാർഡാണ് അല്ലെ. ദെൻ സെക്കൻഡ് വൺ ഓങ്കോളജി. എന്താ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് ഓങ്കോളജി. യെസ്, ക്യാൻസർ പേഷ്യൻസ് ആണ്. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, ക്യാൻസർ എന്ന് എഴുതി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസ് എന്ന് എഴുതി വെക്കാം. ഓങ്കോളജി റിലേറ്റഡ് ടു സ്റ്റഡി ഓഫ് ക്യാൻസർ. ദെൻ ഓങ്കോളജി വാർഡില് ഇതുപോലെ മെഡിസിനും സർജറിയും എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ, കണ്ടോ? അതായത് മെഡിസിൻ കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ടാകാം, ദെൻ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസും ഓങ്കോളജി വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു ഓങ്കോളജി ക്യാൻസർ പരമായിട്ടുള്ള അസുഖമായിട്ടുള്ള പേഷ്യൻസ് മാത്രമായിരിക്കും ഈ ഓങ്കോളജി വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ക്യാൻസർ എന്ന് എഴുതി വെക്കണേ. ദെൻ നെഫ്രോളജി. എന്താ നെഫ്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഫ്രോളജി ഡയാലിസിസ്. നെഫ്രോളജി എന്താ? നെഫ്രോളജി എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? യെസ്, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ആണ്
നെഫ്രോളജിയിൽ വരുന്നത്. ദെൻ ഡയാലിസിസ് അല്ലെ, നെഫ്രോളജി ആയിട്ട് റിലേറ്റഡ് ആണ് ഡയാലിസിസ് ചെയ്തിട്ടുള്ള പേഷ്യൻസ്. അടുത്തത് ഒരുമിച്ച് അവിടെ എഴുതിയിരിക്കുകയാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് കാർഡിയോളജി ആൻഡ് CTBS, അതും ഒരു സെപ്പറേറ്റ് വാർഡാണ്. നെഫ്രോളജി ഡയാലിസിസ് ഒറ്റതാണ്. കാർഡിയോളജി ആൻഡ് CTBS. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? കാർഡിയോളജി, യെസ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ആണ് കാർഡിയോളജിയിൽ അഡ്മിറ്റ് ആവുന്നത്. ദെൻ CTBS എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താ? CTBS അറിയാമോ? ഓക്കെ, ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. കാർഡിയോ എഴുതി വെക്കാം. കാർഡിയോ യെസ്, കാർഡിയോ thoracic ആൻഡ് vascular സർജറി. ടൈപ്പ് ചെയ്യണോ? സ്പെല്ലിംഗ് അറിയോ? ടൈപ്പ് ചെയ്യണോ? എഴുതിക്കോളൂ, ഞാൻ പറഞ്ഞാൽ മതിയോ? ടൈപ്പ് ചെയ്യാട്ടോ, പെട്ടെന്ന് എഴുതാട്ടോ. കാർഡിയോ thoracic and ഓക്കെ, ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാർഡിയോ thoracic ആൻഡ് vascular സർജറി. എക്സാമ്പിൾ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്ന്. CTBS കാർഡിയോ thoracic, അതായത് ഇതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൃദയത്തിന്റെ വാൽവ് മാറ്റൽ ശസ്ത്രക്രിയ, ബൈപ്പാസ് സർജറി, ഇങ്ങനെയുള്ള കേസസ് ഒക്കെയാണ് CTBS ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. ഏകദേശം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ തന്നെ. അപ്പൊ കാർഡിയോളജിയിലും CTBS-ലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദെൻ ന്യൂറോളജി. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ന്യൂറോളജി? യെസ്, നെർവസ് സിസ്റ്റം, സ്പൈനൽ കോഡ്, അങ്ങനെയുള്ള നെർവസ് സിസ്റ്റം, നമ്മുടെ നെർവസ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പേഷ്യൻസ് ആണ്. അവിടെയും മെഡിസിനും സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും അഡ്മിറ്റ് ആയിട്ടുള്ളത്. ലാസ്റ്റ് വൺ ഒപ്താൽമോളജി. ഒപ്താൽമോളജി എന്തിന്റെയാണ്? ഏത് വിഭാഗമാണ്? യെസ്, ബോൺ ആണോ? ഐ അല്ലെ? സൈഡിൽ എഴുതി വെക്കുക കേട്ടോ. അതാണ് ഞാൻ നിങ്ങളോട് എഴുതി വെക്കാൻ പറഞ്ഞത്. ഓങ്കോളജി ക്യാൻസർ എന്ന് എഴുതാം. നെഫ്രോളജി നെർവസ് സിസ്റ്റം ആണ്. ന്യൂറോളജി നെർവസ് സിസ്റ്റം. ഒപ്താൽമോളജി ഐ എന്ന് എഴുതി വെക്കുക ബ്രാക്കറ്റില്. നമുക്ക് കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ഞാൻ എഴുതി വെക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു സ്പെഷ്യലൈസ്ഡ് വാർഡിലെ എക്സാമ്പിൾസ് ആണ്. ഗൈനക്കോളജി ഫിമെയിൽ വാർഡ് ആണ്. ഓങ്കോളജി ക്യാൻസർ പേഷ്യൻസിനുള്ള വാർഡ്. നെഫ്രോളജി ഡയാലിസിസ് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത്. കാർഡിയോളജി ആൻഡ് CTBS ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. ന്യൂറോളജി അല്ലെ, നെർവസ് സിസ്റ്റത്തിന്റെ പ്രോബ്ലംസ് ഉള്ളവരാ. ലാസ്റ്റ് വൺ ഒപ്താൽമോളജി ഐ റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ കണ്ണിന്റെ ഇപ്പൊ അങ്ങനെ ശസ്ത്രക്രിയ കഴിഞ്ഞവരാകാം, അല്ലെങ്കിൽ കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ആകാം. ഓക്കെ, ക്ലിയർ ആണല്ലോ ആ സെക്ഷൻ? സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന് എക്സാമ്പിൾ ഒക്കെ ആണല്ലോ, പഠിച്ചില്ലേ? ഇതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ് തുടങ്ങി സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് വരെ ഒന്ന് വായിക്കാം. അറിയില്ലാത്ത വേർഡ്സുകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മീനിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ പറയുന്നതിന് പോകുന്നതിനൊപ്പം നിങ്ങൾ എഴുതി വെക്കാം. നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതി വെക്കണമെങ്കിൽ മലയാളത്തിൽ എഴുതി വെക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആണല്ലോ ആ സെക്ഷൻ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മെയിൻ കോമ്പോണൻസ് ഓഫ് വാർഡ്. വാർഡിനുള്ള മെയിൻ കോമ്പോണൻസ്, അതായത് പ്രധാനപ്പെട്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന്. ഒരു വാർഡിനുള്ള പ്രധാനപ്പെട്ട ഏരിയകൾ. സോ മെയിൻ ആയിട്ട് ഒരു വാർഡിനുള്ളിൽ 4 പ്രധാനപ്പെട്ട ഏരിയകളാണ് ഉള്ളത്. ഫോർ കോമ്പോണൻസ്. പേരുകൾ മാത്രം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ, ദെൻ സാനിറ്ററി ഏരിയ. കണ്ടോ? അപ്പൊ പ്രധാനമായിട്ടും ഒരു വാർഡിന് 4 ഏരിയകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ ഏരിയ, ദെൻ ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ, ദെൻ സാനിറ്ററി ഏരിയ. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ചികിത്സാപരമായിട്ടുള്ള, ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്ന ചികിത്സാപരമായിട്ടുള്ള ഏരിയകളാണ് ക്ലിനിക്കൽ ഏരിയ. ദെൻ ഓക്സിലറി ഏരിയ. ഓക്സിലറി ഈ ടേം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്സിലറി ആലോചിച്ച് നോക്കി, കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്സിലറി എവിടെയാണ് ദിവ്യ കേട്ടിരിക്കുന്നത്? ഓക്സിലറി എല്ലാവർക്കും അറിയാൻ പറ്റും. കേട്ടിട്ടുണ്ട്. എവിടെയാണ് കേട്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെയാണ് കേട്ടിരിക്കുന്നത്? ഓക്സിലറി. ഓക്കെ ഓക്കെ, പഠിപ്പിച്ചിട്ടുണ്ട്. മറന്നുപോയി. ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ്, ANM. അത് ഓക്കെ, ഓക്സിലറി. അല്ലാതെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് നമ്മൾ പഠിച്ചതാണേ. അല്ലാതെ വേറെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കി, എവിടെയെങ്കിലും ഓക്സിലറി ഇത് കേട്ടിട്ടുണ്ട്? യെസ്, ഇംഗ്ലീഷില് അല്ലെ? ഇംഗ്ലീഷിൽ പഠിച്ചിട്ടില്ലേ നിങ്ങള്? ഓക്സിലറി വെർബ്. എന്താണ് ഈ ഓക്സിലറി വെർബിന്റെ മലയാളം എന്താ? മലയാളത്തിൽ എന്താ പറയാ? സഹായക ക്രിയ. കേട്ടിട്ടില്ലേ? സഹായക ക്രിയ, ഹെൽപ്പിംഗ് എന്ന് പറയും. ഹെൽപ്പിംഗ് വെർബ് അല്ലെ? അപ്പൊ ഇവിടെ അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പോയത്. നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ ഏരിയ എന്ന് പറഞ്ഞാല് ചികിത്സാപരമായിട്ടുള്ള ഏരിയയാണ്. സോ ആ ചികിത്സാപരമായിട്ടുള്ള ഏരിയനെ ഹെൽപ്പ് ചെയ്യുന്ന ഏരിയയാണ് ഓക്സിലറി ഏരിയ. ഇപ്പൊ ക്ലിക്ക് ആയോ? ഓക്സിലറി ഏരിയ ക്ലിനിക്കൽ ഏരിയനെ സഹായിക്കുന്ന ഒരു ഏരിയ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഓക്സിലറി ഏരിയ. പേര് കേട്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു ഏരിയ എന്ന് തോന്നും, പക്ഷേ സംഭവം ഇത്രേ ഉള്ളൂ. ചികിത്സാപരമായിട്ടുള്ള ഏരിയനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഏരിയ, അതിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഏരിയ. ഓക്കെ, ആൻസിലറി ഏരിയ മൂന്നാമതായിട്ട് പറഞ്ഞത് ആൻസിലറി ഏരിയ. അതുമായിട്ട് വീണ്ടും അനുബന്ധമായിട്ടുള്ള ഒരു ഏരിയ ആൻസിലറി. ലാസ്റ്റ് വൺ സാനിറ്ററി ഏരിയ. സാനിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബാക്ക് സൈഡ് എന്നൊക്കെ പറയില്ലേ നമ്മള്, ടോയ്ലറ്റും അങ്ങനെയുള്ള ആ ഒരു ഏരിയ. ഓക്കെ, അപ്പോ 4 ഏരിയകളാണ് ഒരു വാർഡിൽ വരുന്നത്. ക്ലിനിക്കല്, ഓക്സിലറി, ആൻസിലറി, സാനിറ്ററി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ഏരിയയിലും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പല രീതിയിലും ഈ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻ പ്രീവിയസിൽ നമ്മൾ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ എളുപ്പമാണ്, പഠിക്കണം. എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ചികിത്സാപരമായിട്ടുള്ള ഏരിയയാണ്. സോ അവിടെ പേഷ്യന്റും നേഴ്സും എല്ലാം അത്യാവശ്യമാണ് അല്ലെ? നോക്കാം. ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നതാണ് പേഷ്യന്റ്. എന്ത് പറ്റി ചോദിച്ചോളൂ? സ്ക്രീൻ കാണുന്നില്ല? എന്ത് പറഞ്ഞോളൂ. ഹോസ്പിറ്റൽ വാർഡ് കിടക്കുന്നില്ല? എല്ലാവർക്കും എങ്ങനെയാണോ? കാണാമോ? ഓക്കെ, ഒരാൾക്ക് മാത്രമാണോ? ഹോസ്പിറ്റൽ വാർഡല്ലേ ഇപ്പൊ കിടക്കുന്നത്? ആണോ? ഓക്കെ, എന്തുപറ്റി? ഒരാൾക്ക് മാത്രമാണോ? ഓക്കെ, കുഴപ്പമില്ലല്ലോ, ബാക്കി ഓക്കെയാണോ? ഒന്ന് നോക്കാം കേട്ടോ, ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കില് ചാപ്റ്റർ എടുത്ത് വെക്കാട്ടോ. ഓക്കെ, എല്ലാവർക്കും ഈ ചാപ്റ്റർ തന്നെയാണോ കിടക്കുന്നത്? ആണ്. ഓക്കെ ഓക്കെ, ദെൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. നോക്കാം. അപ്പൊ ക്ലിനിക്കൽ ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഓക്കെ, അപ്പോ നോക്കാം. ക്ലിനിക്കൽ ഏരിയയിൽ വരുന്ന 3 കാര്യങ്ങളാണ് പേഷ്യന്റ്,
നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ അല്ലെ. പേഷ്യന്റ് വരും, നഴ്സിംഗ് ഏരിയ. നഴ്സിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നഴ്സിംഗ് ഏരിയ എന്ന് പറയുന്നത്. എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ സിറിഞ്ച് മെഡിസിൻസ് ഒക്കെ വെക്കുന്ന ഒരു ഏരിയ. നഴ്സിംഗ് കൗണ്ടർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു, വാർഡിലെ നഴ്സിംഗ് സ്റ്റേഷൻ. ഓക്കെ, ഇതാണ് നഴ്സിംഗ് കൗണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിനിക്കൽ ഏരിയയിൽ വരുന്ന 3 കാര്യങ്ങളാണ് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. പേരുകൾ അതുപോലെ തന്നെ പഠിക്കണം. ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. മീൻസ് നമ്മൾ ബ്രാക്കറ്റിലിരിക്കുന്നത് ഏതൊക്കെയാണോ ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് അത് നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, രണ്ടാമതായിട്ട് പറഞ്ഞത് ഓക്സിലറി ഏരിയ ആണ് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ. ഓക്സിലറി ഏരിയയിൽ വരുന്നത് നഴ്സസ് റൂമും ഡോക്ടേഴ്സ് റൂമും, നഴ്സസിന്റെ റൂമും ഡോക്ടർമാരുടെ റൂമും. ആൻസിലറി ഏരിയയിൽ വരുന്നത് നോക്കാം, പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. പാൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, കേട്ടിട്ടുണ്ടോ? യെസ്, ഫുഡ് കലവറാനൊക്കെയാണ് മീൻസ് അല്ലെ. അതായത് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഏരിയ, മീൻസ് കലവറ എന്ന് പറയും, പാത്രങ്ങളും അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു ഏരിയ. ദെൻ ഡേ റൂം. ഡേ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മീൻസ് പേഷ്യൻസിന് ഒരു റീഹാബിലേഷൻ കിട്ടാമെന്ന് പറയില്ലേ, എക്സ്ട്രാ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാനോ അങ്ങനെയുള്ള ഒരു ചെറിയൊരു റൂമാണ് ഡേ റൂം എന്ന് പറയുന്നത്, റിഫ്രഷ്മെന്റിന് വേണ്ടി. ദെൻ ട്രോളി ബേ. ട്രോളി ബേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഹോസ്പിറ്റലില് മെഡിസിൻ ഒക്കെ കൊണ്ടുവരുന്ന ട്രോളികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവരുന്ന ട്രോളി ഉണ്ടാകാം. ദെൻ മെഡിസിൻസുകൾ വാർഡിലോട്ട് മൂവ് ചെയ്യിപ്പിച്ചിങ്ങനെ നമ്മൾ ട്രോളി കൊണ്ട് വരും. ഓരോ പേഷ്യന്റിനുള്ള മരുന്നൊക്കെ അവർ സെറ്റ് ചെയ്ത് ട്രോളിയിൽ വെച്ചിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് അവർ എന്ത് ചെയ്യും, ഓരോ പേഷ്യന്റിന്റെ അടുത്ത് മെഡിസിൻസ് ഒക്കെ വന്ന് കൊടുക്കുന്നു. ലാസ്റ്റ് വൺ സാനിറ്ററി ഏരിയ. സാനിറ്ററി ഏരിയയിൽ വരുന്നതാണ് ടോയ്ലറ്റ്. ഡർട്ടി യൂട്ടിലിറ്റി. ഡർട്ടി യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അതായത് മീൻസ് മെഡിക്കൽ സപ്ലൈസും അടുക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതും ഡിസ്പോസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പൊ മെയിൻ കോമ്പോണൻസ് ഓഫ് വാർഡ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകം ഞാൻ പറയാം, പഠിക്കേണ്ടത് ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെയാണ് വരുന്നത്, പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ, അങ്ങനെ പഠിക്കണം. ഓക്കെ, ക്ലിനിക്കൽ ഏരിയ എന്ന് പഠിച്ചിട്ട് അതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. അടുത്തത് ഓക്സിലറി ഏരിയ. ഓക്സിലറി ഏരിയയുടെ ഉള്ളിൽ എന്തെല്ലാം വരുന്നു, നഴ്സിംഗ് റൂം, ഡോക്ടേഴ്സ് റൂം. ആൻസിലറിയിൽ വരുന്നത് പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. സാനിറ്ററിയിൽ വരുന്നത് ഏതൊക്കെയാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ പഠിക്കണം. കാരണം എക്സാമിന് ക്വസ്റ്റ്യൻ ഇങ്ങനൊരു മോഡൽ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, അതായത് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ, എന്നിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് പറയും ഐഡന്റിഫൈ വിച്ച് കോമ്പോണന്റ് ഓഫ് വാർഡിലെ ഏത് കോമ്പോണന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ നമ്മളിത് ഓരോ ഏരിയയും ദെൻ ഏരിയയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ നമുക്ക് ഓർഡർ ആയിട്ടൊക്കെ ചോദിക്കാം അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ, ദെൻ ഡോക്ടേഴ്സ് റൂം, എന്നിട്ട് ഫൈൻഡ് ഔട്ട് ഓർഡർ എന്ന് ചോദിക്കാം. അപ്പൊ അതിനകത്ത് ഏതാണ് ആൻസർ വരുന്നത്, ഡോക്ടേഴ്സ് റൂം ആണ്. എന്തുകൊണ്ടാണ്, അപ്പൊ നമുക്കത് ഏതാണ് ഓർഡർ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിതെല്ലാം പഠിച്ചിരിക്കണം ഇല്ലേ. ഓരോന്നിലും വരുന്നത് ഏതൊക്കെയാണ്, ഓരോ ഏരിയയിലും വരുന്നത് ഏതൊക്കെയാണെന്ന് പഠിച്ചാൽ മാത്രമേ ഏത് വിധത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, പെട്ടെന്ന് വായിച്ചു നോക്കുക കേട്ടോ. മെയിൻ കോമ്പോണൻസ് വായിച്ചു നോക്കി, ഇമ്പോർട്ടന്റ് ആണ്. സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ക്വസ്റ്റ്യൻസ് അതിന്റെ ഉള്ളിൽ നിന്ന് പല രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ട്രോളി ബേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രോളിയില്ലേ, മെഡിസിനൊക്കെ കൊണ്ടിക്കൊണ്ട് വരില്ലേ. ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഫിലിമിനൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ട്രോളി ഇങ്ങനെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടിക്കൊണ്ട് പോകുന്ന ട്രോളി.
ക്ലിയർ ആയോ? എന്താണ് ട്രോൾ ചെയ്യുന്നത്? ഫിലിമിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫിലിമിൽ കണ്ടിട്ടില്ലേ? എക്സാമ്പിൾ ഏത് പറയാം നമുക്ക്? ഫിലിമില് ട്രോളി മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകുന്ന ട്രോളിയില്ലേ? ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടോ? യെസ്, CAD മൂസ അല്ലെ? CAD മൂസയിൽ കണ്ടിട്ടില്ലേ നിങ്ങള്? ബോംബ് എനിക്ക് തോന്നുന്നു ആ സീനല്ലേ, ബോംബ് വെക്കുന്ന സീനാണോ? യെസ് അല്ലെ? നമ്മളെ വേഷം മാറിയിട്ട് അറ്റൻഡർ ആയിട്ട് വരുന്നത്, ബോംബ് ട്രോളിയിൽ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? യെസ്. ഇപ്പൊ ക്ലിയർ ആയില്ല എല്ലാവർക്കും എന്താണ് ട്രോൾ ചെയ്തതെന്ന്? ഓക്കെ. ദെൻ അപ്പോ നമ്മുടെ ക്ലാസ് കഴിയാറായി. അപ്പൊ നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത്, ഹോസ്പിറ്റൽ വാർഡ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു, ദെൻ അതിന്റെ ഉദ്ദേശങ്ങള്, പിന്നെ നമ്മൾ PNC പഠിച്ചു. PNC മറന്നു പോകരുത് ആരും. ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും PNC പറയണം. ഇങ്ങനെ ഇടക്കിടക്ക് ക്ലാസ്സിൽ ചോദിക്കാം, PNC മറന്നു പോകാണ്ടിരിക്കാനായിട്ട്. ദെൻ ടൈപ്പ് ഓഫ് വാർഡ്സിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾ നോക്കി. ദെൻ ലാസ്റ്റ് വൺ നോക്കിയത് മെയിൻ കോമ്പോണൻസ് ഓഫ് വാർഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? മനസ്സിൽ എല്ലാവരുടെയും ഉണ്ടോ ഇത്രയും കാര്യങ്ങള്? മറന്നു പോകുമോ? നിങ്ങൾക്ക് പറയാട്ടോ എന്തെങ്കിലും മീൻസ് ഡൗട്ട്സോ? ഓക്കെ ആണോ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ. സ്പീഡ് ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ അതുവരെ നന്നായിട്ട് വായിക്കുക. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഓൾ സെറ്റ് ആണ്. ഓക്കെ, അല്ല സെറ്റ് ആണത്. ഓക്കെ, ദെൻ നന്നായിട്ട് വായിക്കാം. എന്നിട്ട് എന്തെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.